യേശുവേ കൃപയേകുകിൽ ഈ ജന്മം എത്ര ധന്യമാ. യേശുവേ കൃപയേകുകിൽ പ്രാർത്ഥന എത്ര പുണ്യമാ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ച് അനുസ്മരിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹദായകമായ ഒരു നിമിഷമാണിത് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കാരണം പിതാവായ ദൈവം നമ്മെ എപ്രകാരമാണ് സ്നേഹിച്ചത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നിമിഷങ്ങളാണിത്. പിതാവിൻ്റെ മക്കളായ നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് ചേർത്ത് പിടിച്ച നിമിഷത്തിൻ്റെ അനുസ്മരണമാണിത്. അതിനാൽ തന്നെ ഒത്തിരിയേറെ അനുഗ്രഹദായകമായ ഈ നിമിഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇതാ ദിവ്യകാരുണ്യമായി അവിടുന്ന് നമ്മുടെ മുമ്പിലായിരിക്കുന്നു. നമുക്കെല്ലാവർക്കും എത്തിച്ചേരാവുന്ന ഒരിടം, എപ്പോഴും ആശ്വാസദായകനായി നമ്മളെ കാത്തിരിക്കുന്ന ദൈവം. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും, ഏതെല്ലാം വേദനയിലൂടെ കടന്നു പോയാലും, കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയാലും, അവിടെയെല്ലാം എനിക്ക് ആശ്വാസം പകരുന്നവൻ. മറ്റു മനുഷ്യരെക്കാൾ ഉപരിയായി എനിക്ക് ആശ്രയം കണ്ടെത്താനുള്ള ഇടം തീർച്ചയായും ദിവ്യകാരുണ്യമാണ്. ഇതാ ദിവ്യകാരുണ്യനാഥൻ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ അവൻ ഏറ്റെടുത്ത പീഡാസഹനങ്ങൾ എത്ര വലുതായിരുന്നു എന്ന് ചിന്തിക്കുവാനുള്ള സമയം. പ്രിയമുള്ളവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. പുത്രനായ ദൈവം ഇപ്രകാരമാണ് നമ്മളെ ആ സ്നേഹത്തിലേക്ക് ആകർഷിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാം. പരിശുദ്ധാത്മാവായ ദൈവം എപ്രകാരമാണ് ആ സ്നേഹത്തിൽ നമ്മൾ ഓരോരുത്തരെ നിലനിർത്തിയത് എന്ന് നമുക്ക് ധ്യാനിക്കാം. ഇന്ന് നമുക്ക് പ്രത്യേകമായി വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് പ്രത്യേകം ധ്യാനിക്കാം. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വചനഭാഗം നമ്മളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ പിതാവായ ദൈവം കാണിച്ച ആ വലിയ കരുണയെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളെല്ലാവരും പാപത്തിൽ മരിച്ചവരായിരുന്നു. നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം പാപത്തിലേക്ക് പ്രവേശിച്ച നാം പിന്നീട് പാപത്തിൽ തന്നെ ജീവിക്കുകയും പാപത്തിൽ മരിക്കുകയും ചെയ്തിരുന്ന ഒരവസ്ഥയിലാണ് പുത്രനായ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്.
പുത്രനായ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരെയും ആ പാപത്തിൻ്റെ പിടിയിൽ നിന്നും കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ്. നമ്മൾ പാപത്തിൻ്റെ അടിമകളായി ജീവിക്കുന്ന അവസ്ഥയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ആ പുത്രനായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം. അവിടെ കരുണാമയ സമ്പന്നനായ ദൈവം എന്താണ് ചെയ്തത്? അവിടുത്തെ മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. നമ്മളെ ആ പുത്രൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തി. പുത്രനായ ദൈവം തന്നെ താഴ്ത്തിക്കൊണ്ട് എന്താണ് ചെയ്തത്? മനുഷ്യരിൽ ഒരുവനായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, നമ്മുടെ ഒപ്പം വസിച്ചു, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി. നമ്മൾ എപ്രകാരമാണ് പാപത്തിലേക്ക് വീണു പോകുന്നത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഏതെല്ലാം രീതിയിലാണ് നമ്മളെ ഓരോരുത്തരും വഴിതെറ്റിക്കുന്നത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? നമ്മളെ ആ പാപത്തിൻ്റെ കെണിയിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്, നമ്മളെ അവനോടൊപ്പം ഉയർപ്പിക്കുവാൻ വേണ്ടിയാണ്. അതിന് പിതാവായ ദൈവത്തിന് നഷ്ടമായത് തൻ്റെ ഏകജാതനെ തന്നെയാണ്. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ പിതാവിൻ്റെ വലിയ സ്നേഹം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നവനാണ്. നമ്മളെ ഓരോരുത്തരെയും ഉപേക്ഷിക്കുന്നവനല്ല, മറിച്ച് ചേർത്ത് പിടിക്കുന്നവനാണ്. അത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിച്ചത് പുത്രനായ ദൈവത്തെ നമുക്കായിട്ട് അവൻ നൽകിയപ്പോഴാണ്. അതുവരെ മനുഷ്യൻ അഹങ്കരിച്ച് ജീവിച്ചു, തങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനം കൊണ്ടു. അപ്പോഴും അവൻ തിരിച്ചറിയാതെ പോയത് തൻ്റെ പ്രവൃത്തികളിലെല്ലാം പ്രവർത്തിച്ചത് ആരാണ്? ദൈവമാണ്. അത് പലപ്പോഴും തിരിച്ചറിയാതെ തൻ്റെ കഴിവുകളിൽ അഹങ്കരിച്ചവനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെയാണ് പാപത്തിൽ വീണു പോയിട്ടും അത് തിരിച്ചറിയാൻ കഴിയാതെ ആ പാപത്തിൽ തന്നെ തുടരുകയും പാപത്തിൽ മരിക്കുകയും ചെയ്തത്. അത് തിരിച്ചറിഞ്ഞ പിതാവായ ദൈവം തൻ്റെ ഏകജാതനിലൂടെ നമ്മളെ ഓരോരുത്തരെയും ഉയർപ്പിച്ചു. പിന്നീട് വചനം പറയുകയാണ്, യേശുക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അത് ദൈവത്തിൻ്റെ വലിയ കരുണയെയാണ് കാണിക്കുക. അതുവരെ പാപത്തിൻ്റെ ചെളിയിൽ വീണ് കിടന്നവരാണ് നാം ഓരോരുത്തരും. പാപാവസ്ഥയിലൂടെ നിരന്തരം ദൈവത്തെ വേദനിപ്പിച്ചു കൊണ്ടിരുന്നവർ. അങ്ങനെയുള്ള നമ്മളെ ഓരോരുത്തരെയും പുത്രനായ ദൈവത്തിലൂടെ അവിടുന്ന് വീണ്ടെടുത്തപ്പോൾ നമ്മോട് വശഭേദം കാണിച്ചില്ല, മറിച്ച് അവൻ എന്താണ് ചെയ്തത്? തൻ്റെ പുത്രനോട് കൂടെ ഇരുത്തുവാൻ അവൻ മനസ്സായി. അതാണ് പിതാവായ ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹമെന്ന് പറയുന്നത്. നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് നോക്കിയല്ല അവൻ നമ്മളെ രക്ഷിക്കുന്നത്, മറിച്ച് ഇപ്പോൾ നീ ഏത് അവസ്ഥയിൽ ആണുള്ളത്, നിൻ്റെ ജീവിതത്തിലേക്ക് നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഗ്രേസ് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? വരപ്രസാദങ്ങളെല്ലാം വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതെല്ലാം നോക്കിക്കൊണ്ടാണ് അവിടുന്ന് നമ്മളെ വിധിക്കുക. ഇവിടെ പുത്രനായ ദൈവത്തിലൂടെ നമ്മളെ ഓരോരുത്തരെ വീണ്ടെടുക്കുകയും അവരോടുകൂടെ ഇരുത്തുവാൻ മനസ്സാക്കുകയും ചെയ്ത പിതാവിൻ്റെ വലിയ മനസ്സിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, അതിനുശേഷം നമ്മളെ എന്താണ് അവൻ ചെയ്യുന്നത്? അവൻ്റെ കൃപ എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മളിലൂടെ പ്രവർത്തിക്കുന്ന പിതാവായ ദൈവത്തെയാണ് പിന്നീട് കാണുക. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളിലും പിതാവായ ദൈവം തൻ്റെ കൃപയാൽ നിറച്ച് അത് മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുത്തു. വചനം പറയുന്നത്, വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത് എന്നാണ്. നമ്മളെ യേശുക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തുമ്പോൾ പിതാവായ ദൈവം അതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഒരു പാഠമാകുവാൻ, അവർക്ക് പിതാവായ ദൈവത്തിൻ്റെ കൃപയാണ് എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുക. അതിനെല്ലാമാണ് അവൻ പരിശ്രമിച്ചത്. കാരണം വരാനിരിക്കുന്ന തലമുറയും വീണ്ടും പാപത്തിൻ്റെ പിടിയിലേക്ക് വീണു പോകാൻ പാടില്ല. ആ പാപത്തിൽ തന്നെ തുടർന്ന് അവർ മരിക്കുവാൻ പാടില്ല. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവം പ്രവർത്തിച്ചത്. പ്രിയമുള്ളവരെ, ഇവിടെയെല്ലാം
ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുണയുമാണ് വെളിവാക്കപ്പെടുക. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ് എന്നാണ് എഫേസ്യോസ് 2:8 നമ്മോട് പറയുക. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, ആ വിശ്വാസം അത് ദൈവത്തിലേക്ക് നമ്മളെ തന്നെ അടുപ്പിക്കുന്ന ഒന്നാണ്. ദൈവത്തിലേക്ക് നമ്മളെ സമർപ്പിക്കുന്ന ഒന്നാണ്. ദൈവമാണ് എൻ്റെ ജീവിതത്തിലെല്ലാം എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണത്. ആ ഒരു വിശ്വാസം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഓരോ ആളുകൾക്കും ഒരിക്കലും പാപത്തിലേക്ക് വീണു പോകുവാൻ സാധിക്കില്ല. അവന് അത് തിരിച്ചറിയുവാൻ സാധിക്കും. കാരണം ഞാൻ പാപം ചെയ്താൽ ആ പാപത്തിലൂടെ ദൈവത്തെ വേദനിപ്പിക്കുകയാണെന്ന്, ആ പാപത്തിലൂടെ ഞാൻ ദൈവത്തിൽ നിന്ന് പതിയെ പതിയെ അകന്നു പോവുകയാണെന്ന് അവനത് തിരിച്ചറിയുവാൻ സാധിക്കും. അത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ജീവിതത്തിലേക്ക് പിതാവായ ദൈവം വർഷിക്കുന്ന കൃപയാലാണ്. പ്രിയമുള്ളവരെ, ആ കൃപ സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സുകളെ ഒരുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും വലിയ ഉത്തരവാദിത്വമാണ്. ദൈവം നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അവിടുത്തെ വലിയ കൃപ അയക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ അതിന് തടസ്സമായി മാറുന്നത് പലപ്പോഴും നമ്മുടെ തന്നെ പിടിവാശികളായിരിക്കാം, നമ്മുടെ ഓരോരുത്തരെയും പാപ സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പാപാവസ്ഥയെ തുടരുന്ന ഒന്നായിരിക്കാം. അങ്ങനെ പലതര കാരണങ്ങൾ കൊണ്ട് ആ കൃപ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം ഓരോരുത്തരും നമ്മുടെ ആത്മീയ വളർച്ചയിൽ അഹങ്കരിച്ചു തുടങ്ങുന്നു. അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ കൃപ കടന്നു വരുന്നില്ല. ദൈവത്തിൻ്റെ കൃപ കടന്നു വരണമെങ്കിൽ നമ്മുടെ മനസ്സ് എളിമയുടെ ഒന്നായിരിക്കണം. എളിമയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് ആ കൃപ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഈ വചനം വളരെ കൃത്യതയോടുകൂടെ പറയുന്നുണ്ട്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലം അല്ല, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം പോലുമല്ല. കാരണം അതിലൂടെ പൗലോസ് ശ്ലീഹ എഫേസുകാരെ വ്യക്തമാക്കുന്നത് എന്താണ്? നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനം സ്വീകരിക്കുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് നാം ഓരോരുത്തരും ഈ നോമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, ആ രക്ഷ സ്വീകരിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുവാൻ, ദൈവത്തിൻ്റെ ദാനം തുറന്ന കൈയോടെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ സ്വീകരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന, കർത്താവിൻ്റെ കൃപ സ്വീകരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന, കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷ സ്വീകരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന പാപ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അതെല്ലാം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും അത് ഏറ്റുപറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു. എന്തുകൊണ്ടാണ് സ്വർഗം സന്തോഷിക്കുന്നത്? അത് ഒരു ആത്മാവിനെ വീണ്ടെടുത്തതിനാലാണ്. പുത്രനായ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചപ്പോൾ അവൻ സമർപ്പിച്ചത് എന്താണ്? നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ വിലയാണ്. എത്രമാത്രം വില കൊടുത്ത് നേടിയതാണ് നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ എന്ന് തിരിച്ചറിയുക. അത് നമ്മുടെ പ്രവൃത്തികൾ മൂലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വലിയ ദാനമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും എത്ര അധികമായി സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. പ്രിയമുള്ളവരെ, ഈ കരുണയുടെ തിരുമണിക്കൂർ അതിനുള്ളൊരു നിമിഷങ്ങളല്ലേ? നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് ബോധ്യപ്പെടുത്താനുള്ള നിമിഷം. ദൈവം നമ്മോട് കാണിക്കുന്ന കൃപ എന്താണ്, അവൻ നമ്മോട് കാണിക്കുന്ന കരുണ എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ള നിമിഷം. പ്രിയമുള്ളവരെ, ദിവ്യകാന്യനാഥൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ എപ്രകാരമാണ് ദൈവം നമുക്ക് വേണ്ടി ഓരോ ദിവസവും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത്?
കർത്താവിനോടുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? കർത്താവിൻ്റെ കൃപകൾ ധാരാളമായി സ്വീകരിച്ചിട്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരാണോ നാം ഓരോരുത്തരും? നമ്മുടെ ജീവിതത്തിലെ പാപ സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് എന്നിൽ നിന്നും എടുത്തു മാറ്റുവാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അല്ലെങ്കിൽ തീർച്ചയായും നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ്, ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. ഇന്ന് ഈ കന്യക തിരുമണിക്കൂറിൽ നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാനോട് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവേ, ഇന്ന് ഈ ദിവസം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഓർമ്മപ്പെടുത്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ രക്ഷ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങയുടെ ദാനമാണ്. വിശ്വാസം മൂലം കൃപയാലാണ് ഞങ്ങൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടത്. ഞങ്ങൾ ഓരോരുത്തരും അത് നേടിയെടുത്തതല്ല, അങ്ങയുടെ വലിയ ദാനമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനാൽ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എന്ത് നേടിയാലും അതിലൊന്നും അഹങ്കരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കർത്താവേ, ആ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ധൈര്യപൂർവ്വം അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാനും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി വിട്ടു നൽകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും നമ്മളെ സ്നേഹിക്കുന്ന കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മളെ ഓരോരുത്തരെയും ആ വലിയ രക്ഷയിലേക്ക് വീണ്ടും ചേർക്കുകയും ചെയ്യും. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും